എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നോക്കാൻ പോകുന്നത്: ത്രെഡുകളും മൾട്ടി ത്രെഡിങ്ങും. ഇത് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും, ഉറപ്പാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഒരു വലിയ ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നതിനിടയിലും നിങ്ങളുടെ ആപ്പ് ഹാങ് ആവാതെ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന്? അല്ലെങ്കിൽ നല്ല ഹെവി ആയിട്ടുള്ളൊരു വെബ്സൈറ്റ് നോക്കുമ്പോൾ പോലും ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് ഒരു തടസ്സവുമില്ലാതെ പ്ലേ ആകുന്നത് എങ്ങനെയാണെന്ന്? ഇതിൻ്റെയൊക്കെ പിന്നിലൊരു മാജിക് ഉണ്ട്. അതാണ് മൾട്ടി ത്രെഡിംഗ്. അപ്പോൾ ആ മാജിക് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആദ്യം ത്രെഡ് എന്താണെന്ന് നോക്കാം. ശരിക്കും എന്താണ് ഈ ത്രെഡ്? അതിനു മുന്നേ നമുക്ക് പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലാക്കാം. ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അതായത് നിങ്ങളുടെ വെബ് ബ്രൗസർ, ഒരു മ്യൂസിക് പ്ലെയർ, ഇതൊക്കെ ഓരോ പ്രോസസ്സുകളാണ്. ഇതിനെ നമുക്ക് സ്വന്തമായി മെമ്മറിയും ടൂൾസുമൊക്കെയുള്ള ഒരു വർക്ക്ഷോപ്പായിട്ട് കാണാം. അങ്ങനെയാണെങ്കിൽ ത്രെഡ് എന്താണ്? ത്രെഡ് എന്ന് പറയുന്നത് ആ വർക്ക്ഷോപ്പിനകത്തുള്ള ഒരു തൊഴിലാളിയാണ്. ആ വർക്ക്ഷോപ്പിലെ ടൂൾസൊക്കെ ഉപയോഗിച്ച് ഒരു പ്രത്യേക ജോലി ചെയ്യുന്ന ഒരാൾ. അപ്പോൾ ഒരു പ്രോസസ്സിനകത്ത് ഒരുപാട് തൊഴിലാളികൾ, അതായത് ത്രെഡുകൾ ഉണ്ടാവാം. ഇനി ഈ വ്യത്യാസം വളരെ പ്രധാനപ്പെട്ടതാണ്. പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒരു പ്രോസസ്സ് ഒരു വർക്ക്ഷോപ്പ് പോലെ ഹെവി വെയ്റ്റ് ആണ്, കാരണം അതിന് സ്വന്തമായി മെമ്മറി സ്പേസ് ഉണ്ട്. പക്ഷെ ത്രെഡ് ലൈറ്റ് വെയ്റ്റ് ആണ്, കാരണം ഒരു വർക്ക്ഷോപ്പിലെ തൊഴിലാളികളെപ്പോലെ ഒരു പ്രോസസ്സിനകത്തുള്ള എല്ലാ ത്രെഡുകളും ഒരേ മെമ്മറി സ്പേസാണ് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ത്രെഡുകൾ ഉണ്ടാക്കാനും അവ തമ്മിൽ മാറാനും വളരെ വേഗത കൂടുതലാണ്. ഇത് മനസ്സിലാക്കാൻ വേറൊരു ഉദാഹരണം പറയാം. ഒരു പ്രോസസ്സിനെ ഒരു വലിയ അടുക്കളയായിട്ട് സങ്കൽപ്പിക്കുക. ആ അടുക്കളയിൽ ഒരേ സമയം പച്ചക്കറി അരിയുന്നു, കറി ഇളക്കുന്നു, ഇണയ്ക്ക് വരുന്ന ഒരു ഫോൺ കോൾ എടുക്കുന്നു. ഈ ഓരോ ജോലികളും ഓരോ ത്രെഡാണ്. ഇതെല്ലാം നടക്കുന്നത് ഒരേ അടുക്കളയിലാണല്ലോ, അതായത് ഒരേ റിസോഴ്സസ് ഉപയോഗിച്ച്. അപ്പോൾ ഇവിടെ ഒരു സംശയം വരാം. എന്തുകൊണ്ടാണ് ഒരു പ്രോസസ്സിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്നതിനേക്കാൾ ത്രെഡുകൾക്കിടയിൽ മാറുന്നത് ഇത്രയധികം വേഗത്തിലാവുന്നത്? അതിൻ്റെ ഉത്തരം കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്നതിലാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് വേറൊരു വർക്ക്ഷോപ്പിലേക്ക് മാറണമെങ്കിൽ അവിടുത്തെ മെമ്മറിയും ടൂൾസുമെല്ലാം മാറ്റിവെച്ച് പുതിയതെടുക്കണം. അതിന് കൂടുതൽ സമയമെടുക്കും, അല്ലേ? പക്ഷേ ഒരേ വർക്ക്ഷോപ്പിനകത്ത് ഒരു ജോലിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറാൻ അത്ര ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. കാരണം ടൂൾസ് എല്ലാം അവിടെ തന്നെയുണ്ട്. അതുപോലെയാണ് ത്രെഡുകളും. അവ ഒരേ മെമ്മറി ഷെയർ ചെയ്യുന്നതുകൊണ്ട് അവയ്ക്കിടയിൽ മാറാൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ ത്രെഡ് എന്താണെന്നും പ്രോസസ്സുമായുള്ള വ്യത്യാസം എന്താണെന്നും നമുക്ക് ഏകദേശം ഒരു ധാരണയായി. ഇനി നമുക്ക് മൾട്ടി ത്രെഡിങ്ങിൻ്റെ സൂപ്പർ പവറുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടി ഓർത്തുവെക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകളാണിത്. പ്രധാനമായും 3 നേട്ടങ്ങളാണ് മൾട്ടി ത്രെഡിങ്ങിനുള്ളത്. 1 റെസ്പോൺസീവ്നെസ്, 2 റിസോഴ്സ് ഷെയറിംഗ്, മൂന്നാമത്തത് പെർഫോമൻസും സ്കേലബിലിറ്റിയും. ഇവ ഓരോന്നും എന്താണെന്ന് നമുക്ക് വിശദമായി നോക്കാം. ആദ്യത്തേത് റെസ്പോൺസീവ്നെസ്. ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഒരു ത്രെഡ് ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും വലിയൊരു ജോലി ചെയ്യുകയാണെങ്കിലും നമ്മുടെ ആപ്ലിക്കേഷൻ്റെ യൂസർ ഇൻ്റർഫേസ് ഫ്രീസ് ആവില്ല. മറ്റൊരു ത്രെഡ് അത് കൈകാര്യം ചെയ്തോളും. അതുകൊണ്ടാണ് ആപ്ലിക്കേഷൻ എപ്പോഴും നമ്മളോട് പ്രതികരിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് റിസോഴ്സ് ഷെയറിംഗ്. പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ ഒരേ പ്രോസസ്സിലുള്ള ത്രെഡുകൾക്ക് അതിൻ്റെ മെമ്മറിയും മറ്റു വിഭവങ്ങളും വളരെ എളുപ്പത്തിൽ പങ്കുവയ്ക്കാൻ സാധിക്കും. ഇത് കോഡ് എഴുതുന്നത് എളുപ്പമാക്കുകയും ഡേറ്റ ഷെയറിംഗ് കാര്യക്ഷമമാക്കുകയും ചെയ്യുന്നു. അവസാനമായി പെർഫോമൻസ്. ഇന്നത്തെ കാലത്ത് മിക്ക സിപിയുകൾക്കും ഒന്നിലധികം കോറുകളുണ്ട്, അല്ലേ? മൾട്ടി കോർ സിസ്റ്റമുകളിൽ മൾട്ടി ത്രെഡിംഗ് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. കാരണം ഒരേ സമയം പല ത്രെഡുകളെ പല കോറുകളിലായി പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. ഇതിനെയാണ് നമ്മൾ പാരലലിസം എന്ന് പറയുന്നത്. ഒരു ജോലി പല ആളുകൾ ചേർന്ന് വേഗത്തിൽ തീർക്കുന്നതുപോലെ ഇത് സിസ്റ്റത്തിന്റെ പ്രകടനം ഒരുപാട് വർദ്ധിപ്പിക്കും. ശരി, അപ്പോൾ ഈ ത്രെഡുകളെയൊക്കെ ആരാണ് ശരിക്കും മാനേജ് ചെയ്യുന്നത്? ആപ്ലിക്കേഷനാണോ അതോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണോ? ഇവിടെയാണ് നമ്മൾ യൂസർ ത്രെഡുകളെയും കേർണൽ ത്രെഡുകളെയും കുറിച്ച് മനസ്സിലാക്കേണ്ടത്. വളരെ സിമ്പിളായി പറഞ്ഞാൽ യൂസർ ലെവൽ ത്രെഡുകൾ ഒരു ആപ്ലിക്കേഷന്റെ ഉള്ളിൽ തന്നെയാണ് മാനേജ് ചെയ്യുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടാവില്ല. പക്ഷേ കേർണൽ ലെവൽ ത്രെഡുകളെ മാനേജ് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നേരിട്ടാണ്. CPU-ൽ ത്രെഡ് പ്രവർത്തിക്കണമെങ്കിൽ OS ഈ യൂസർ ത്രെഡിനെ ഒരു കേർണൽ ത്രെഡുമായി ബന്ധിപ്പിക്കണം. ഇത് തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. യൂസർ ലെവൽ ത്രെഡുകൾ വളരെ വേഗതയേറിയതാണ്, കാരണം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഇടപെടൽ കുറവാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. അതിലൊരു ത്രെഡ് ബ്ലോക്ക് ആയാൽ, അതായത് കാത്തുനിൽക്കേണ്ടി വന്നാൽ, ആ പ്രോസസ്സിലെ എല്ലാ ത്രെഡുകളും ബ്ലോക്കാവും. എന്നാൽ കേർണൽ ലെവൽ ത്രെഡുകൾ അങ്ങനെയല്ല. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓരോന്നിനെയും പ്രത്യേകം മാനേജ് ചെയ്യുന്നതുകൊണ്ട് ഒന്ന് ബ്ലോക്കായാലും മറ്റുള്ളവയെ പ്രവർത്തിപ്പിക്കാൻ OS-ന് കഴിയും. പക്ഷേ ഇവ ഉണ്ടാക്കാൻ കുറച്ചുകൂടി സമയമെടുക്കും.
അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി ഓർത്തെടുക്കാം. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപ് ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളാണിത്. വേണമെങ്കിൽ ഇതൊരു സ്ക്രീൻഷോട്ട് എടുത്തു വയ്ക്കാം. അപ്പോൾ മറക്കരുത്, ത്രെഡ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സിനുള്ളിലെ ഒരു ലൈറ്റ് വെയ്റ്റ് യൂണിറ്റാണ്. പ്രോസസ്സുകൾക്ക് വ്യത്യസ്ത മെമ്മറിയാണെങ്കിൽ ത്രെഡുകൾ മെമ്മറി പങ്കുവയ്ക്കുന്നു. ഇതിന്റെ പ്രധാന ഗുണങ്ങൾ റെസ്പോൺസീവ്നെസ്, റിസോഴ്സ് ഷെയറിംഗ്, പിന്നെ മൾട്ടി കോർ സിപിയുകളിലെ മികച്ച പ്രകടനം എന്നിവയാണ്. അതോടൊപ്പം യൂസർ ലെവൽ ത്രെഡുകളും കേർണൽ ലെവൽ ത്രെഡുകളും തമ്മിലുള്ള വ്യത്യാസവും ഓർത്തുവയ്ക്കുക. പോകുന്നതിനു മുൻപ് നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു ചോദ്യം തരാം. നമ്മുടെ ഫോണുകളിലും കമ്പ്യൂട്ടറുകളിലുമെല്ലാം CPU കോറുകളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ പാരലൽ കമ്പ്യൂട്ടിങ്ങിന്റെ ലോകത്ത് ഒറ്റ ത്രെഡിൽ മാത്രം പ്രവർത്തിക്കുന്ന ആപ്ലിക്കേഷനുകളുടെ ഭാവി എന്തായിരിക്കും? ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത തവണ കാണാം.